ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം സ്പോൺസേർഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഗോൾ ഉണ്ടായിരിക്കണം. 6 ക്യാമ്പയിൻസ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് അവെയർനെസ്, ട്രാഫിക്, മൂന്നാമത്തെ ലീഡ് ജനറേഷൻ, ഫോർത്ത് വൺ എൻഗേജ്മെൻറ്റ്, ഫിഫ്ത്ത് ആപ്പ് പ്രൊമോഷൻ, ദ ലാസ്റ്റ് വൺ സെയിൽസ്. ഇങ്ങനെ 6 തരത്തിലുള്ള ക്യാമ്പയിൻസാണ് നമുക്കുള്ളത്. ഈ 6 ക്യാമ്പയിൻസിനും നമുക്ക് 6 റിസൾട്ടാണ് വരുന്നത്. എന്താണോ എയിം, ആ എയിം അനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാമ്പയിൻ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് ക്യാമ്പയിൻ വരുന്നത് അവെയർനെസ് എന്നുള്ളതാണ്. അവെയർനെസ് മെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രാൻഡിനെ അവെയർ ചെയ്യാനായിട്ട്. മറ്റുള്ളവർ നമ്മുടെ ബ്രാൻഡിനെ, നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലാത്തവരും അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബ്രാൻഡിനെ അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ബ്രാൻഡ് അവെയർനെസ് നമ്മളെന്ന ക്യാമ്പയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ട്രാഫിക് കൂടുതലായിട്ടും നമ്മുടെ ഒന്നെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ട്രാഫിക് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ട്രാഫിക് എന്ന ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് എൻഗേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഈ എൻഗേജ്മെൻറ്റ് മെയിനായിട്ട് നമുക്ക് ലീഡ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യുന്നത്. നമുക്കതിലൂടെ കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വാട്സപ്പിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്കോ ഒക്കെ മെസ്സേജസുകൾ വരുന്നതിന് വേണ്ടിയിട്ടും ഈ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലീഡ് ജനറേഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഫോമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ലീഡ്സുകൾ കളക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ അക്കാഡമീസ് ഒക്കെയാണ് കൂടുതലും നമുക്ക് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആപ്പ് പ്രൊമോഷൻ എന്നുള്ളതാണ്. ആപ്പ് പ്രൊമോഷൻ മെയിനായിട്ട് നമ്മുടെ ഫേമിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിന് ആപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ പ്രൊമോഷൻ ക്യാമ്പയിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് സെയിൽസ് ആണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും കച്ചവടങ്ങളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും വിൽക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സെയിൽസ് എന്നുള്ള ക്യാമ്പയിനാണ്. അപ്പോൾ ഇങ്ങനെ 6 ക്യാമ്പയിൻസിനും നമുക്ക് 6 എയിമുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ എയിം നോക്കിയിട്ട് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻ നല്ലൊരു റിസൾട്ടിലേക്ക്, അതായത് ജെനുവിനായിട്ടുള്ള ലീഡ്സുകൾ കിട്ടാനും നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഫസ്റ്റ് ഗോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് ക്യാമ്പയിനിൽ നമ്മൾ വേറൊരു അവെയർനെസ് ക്യാമ്പയിനാണ് ചെയ്യുന്നതെങ്കിൽ ആ ക്യാമ്പയിനിലെ ലക്ഷ്യം എന്താണ്? അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളത്, അതായത് നമ്മൾ ബ്രാൻഡിനെ മറ്റുള്ളവരൊന്ന് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിൽ നിന്ന് ലഭിക്കത്തില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ ഏതാണ് എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ആഡ്സ് മാനേജറിൽ ആഡ് റൺ ചെയ്യുക.